2 മാസത്തിന് ശേഷം ഉപ്പിലിട്ട് വെച്ചിരുന്ന കണ്ണിമാങ്ങകൾ നമ്മൾ പുറത്തെടുത്തു. ഭരണി തുറക്കുമ്പോ തന്നെ കണ്ണിമാങ്ങയുടെ ഒരു മണം ഉണ്ടല്ലോ, ഉഫ്, നാവിൽ വെള്ളം വരുന്നു. ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഭരണി നിറച്ചിട്ട മാങ്ങകൾ വെള്ളം ഇറങ്ങി ചുങ്ങി പകുതിയായി. അങ്ങനെ മാങ്ങ ഭരണിയിൽ നിന്ന് അരിച്ചു മാറ്റി വെച്ചു. ഭരണിയിലെ വെള്ളം ഒന്നും കളയരുത് കേട്ടോ, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാൻ ഒരു ഉരുളിയിൽ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് മുളകുപൊടി ഇട്ട് മൂപ്പിച്ച് എന്നിട്ട് തീ ഓഫ് ചെയ്ത് അതിലേക്ക് നമ്മളുടെ ഈ കണ്ണിമാങ്ങ അങ്ങോട്ട് ഇടുക. നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പിലിട്ട മാങ്ങയിൽ നിന്ന വെള്ളം നമുക്ക് കുറച്ചായിട്ട് ചേർക്കാം. ഞങ്ങളുടെ വെള്ളത്തിന് ഉപ്പ് അത്യാവശ്യം നന്നായിട്ട് കൂടിയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും ബാക്കി ഞങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് ചേർത്താണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടാണ് കണ്ണിമാങ്ങ അച്ചാറിനെക്കാട്ടിൽ ഫാൻസ് കൂടുതൽ അതിന്റെ ചാറിനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്പം വെള്ളം കൂടുതൽ ഒഴിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ചെറുതായി തിള വരുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയും കടുകും മുകളിലേക്ക് ഇട്ട് വിതറുക. തണുത്തതിന് ശേഷം ഒരു 2 മാസത്തെ ഒളിത്താമസത്തിന് വീണ്ടും ഭരണിയിലേക്ക് കയറ്റി പൂട്ടി വെക്കും. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ ഒരു കിഡിലൻ കണ്ണിമാങ്ങ അച്ചാർ. അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.